കേരളത്തിൽ നല്ല ചൂടുള്ള സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും പോകുന്നൊരിടം മൂന്നാർ. എന്നാൽ നമ്മളിന്ന് മൂന്നാറും കടന്ന് മറയൂർ, കാന്തല്ലൂർ, വട്ടവടയിലേക്കുള്ള യാത്രയിലാണ്. സോ എൻഡ് ഓഫ് സമ്മർ സീസണിൽ മഴയും മഞ്ഞും വെയിലും ഒക്കെ ആസ്വദിച്ച് കാഴ്ചകളും കഥകളുമായുള്ള മനോഹരമായൊരു യാത്ര. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൈസ് ആൻഡ് വേവ്സ്. മൂന്നാറിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് മറയൂരേക്ക്. അവിടെ നിന്ന് 14 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ കാന്തല്ലൂർ എത്താം. ഫസ്റ്റ് ഡേ നമ്മുടെ സ്റ്റേ കാന്തല്ലൂരാണ്. കാന്തല്ലൂരിലെ ഗാർഡേനിയ എന്ന ബ്യൂട്ടിഫുൾ റിസോർട്ടിൽ. മനോഹരമായ ബാൽക്കണിയോട് കൂടിയ ഒരു പ്രൈവറ്റ് കോട്ടേജ് ആയിരുന്നു ഞങ്ങളുടേത്. ആ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ മനോഹരവും. കാന്തല്ലൂർ ടൗണിനടുത്ത് പ്രശസ്തമായ ഭ്രമരം വ്യൂ പോയിന്റിന് തൊട്ടടുത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങി. നല്ല തണുത്ത ക്ലൈമറ്റിൽ ഒരു ചൂട് ചായയും ബ്രെഡ് ഓംലെറ്റും, പിന്നെ മനസ്സ് നിറയ്ക്കുന്ന പ്രകൃതി ഭംഗിയും. കഴിക്കുന്നത് കണ്ട് മണം പിടിച്ചെത്തിയതാണ്. അവനും കൊടുത്തൊരു ബൈറ്റ്. കാന്തല്ലൂരിലെ മനോഹരമായ ഒരു ഹിൽ സൈഡ് റിസോർട്ടാണ് ഗാർഡേനിയ. പ്രകൃതിയോടിണങ്ങി നിർമ്മിച്ച ഒരു നല്ല പ്രോപ്പർട്ടി. കാന്തല്ലൂർ ടൗണിൽ നിന്നും ഇങ്ങോട്ട് എത്തുന്ന വഴി കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ബാൽക്കണി തുറന്നാൽ നേരെ കാണുന്നത് അതിമനോഹരമായ വാലി വ്യൂ ആണ്. സന്ധ്യയാകും തോറും സുഖമുള്ളൊരു തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വളരെ ഹെക്റ്റിക്കായ ഞങ്ങളുടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും പീസ്ഫുള്ളായിരുന്ന ഒരിടം വേറെ ഉണ്ടാവില്ല. ഡിന്നറൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ കണ്ട് സ്വസ്ഥമായൊരു ഉറക്കത്തിന് ശേഷം രാവിലെ നേരെ ഇറങ്ങിയത് ഭ്രമരം വ്യൂ പോയിന്റ് കാണാനാണ്. നമ്മുടെ സ്റ്റേയിൽ നിന്ന് 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഇവിടേക്കുള്ളൂ. ഈ വ്യൂ പോയിന്റിന്റെ ശരിക്കുള്ള പേര് നാക്കുപട്ടി വ്യൂ പോയിന്റ് എന്നാണ്. ലാലേട്ടൻ ചിത്രമായ ഭ്രമരത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതോടുകൂടി സ്ഥലം ഫേമസ് ആയി, പേരും മാറി. വ്യൂ പോയിന്റിലേക്ക് നടക്കുമ്പോൾ ഇരുവശത്തും സുഗന്ധമുള്ള ലെമൺ ഗ്രാസ് വളർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടം ലെമൺ ഗ്രാസ് വ്യൂ പോയിന്റ് എന്നും വിളിക്കാറുണ്ട്. പരമ്പരാഗത രീതിയിൽ ലെമൺ ഗ്രാസ് ഓയിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു ചെറിയ മൺകൂടിലാണിത്. ഇവിടെ നിന്നും ഒറിജിനൽ ലെമൺ ഗ്രാസ് ഓയിലും കാട്ടുതേനും വാങ്ങാൻ സാധിക്കും. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ വ്യൂ പോയിന്റിലേക്ക് എത്താം. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയരത്തിലായതിനാൽ നല്ല വേനൽക്കാലത്തും ഇവിടെ നല്ല തണുത്ത കാറ്റും കാലാവസ്ഥയുമായിരിക്കും. തോട്ടത്തിന് നടുവിലായി മനോഹരമായ ഒരു ഏറുമാട് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ കയറി നിന്നാൽ താഴെയുള്ള കൃഷിയിടങ്ങളുടെയും മറയൂർ വാലിയുടെയും ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ സാധിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റിസോർട്ടിൽ നിന്നും ചെക്ക് ചെയ്ത് ആദ്യം കാണാനെത്തിയത് ഹണി റോക്ക് ഗാർഡൻ ആണ്. അടിയോളം ഉയരമുള്ള ഒരു ഒറ്റപ്പാറയാണിത്. പാറയുടെ മുകളിൽ പ്രകൃതിദത്തമായി ഉണ്ടായ 500-ലേറെ വലിയ തേൻകൂടുകളുണ്ട്. കാന്തല്ലൂരിലെ കുളച്ചവയൽ ആദിവാസി കുടിയുടെ പ്രവേശന കവാടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഇനി കുറച്ച് മധുരമാകാം. മറയൂർ ശർക്കര നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ യൂണിറ്റാണിത്. ഇവിടുത്തെ പ്രത്യേക ഭൂപ്രകൃതിയും പരമ്പരാഗത നിർമ്മാണ രീതിയുമാണ് മറയൂർ ശർക്കരയ്ക്ക് ലോകപ്രശസ്തമായ മധുരവും ഗുണമേന്മയും നൽകുന്നത്. തോട്ടങ്ങളിൽ നിന്ന് വിളവെടുത്ത നല്ല നാടൻ കരിമ്പുകളിൽ നിന്ന് നീരെടുത്ത് അവ മണിക്കൂറുകളോളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നു. തിളയ്ക്കുമ്പോൾ മുകളിൽ വരുന്ന അഴുക്കുകൾ നീക്കം ചെയ്യാൻ അല്പം കുമ്മായം മാത്രമാണ് ചേർക്കുന്നത്. ഒരു തരത്തിലുമുള്ള കൃത്രിമ നിറങ്ങളോ കെമിക്കലുകളോ ബ്ലീച്ചിങ് ഏജന്റുകളോ ഇതിൽ ചേർക്കാറില്ല. നല്ല ഫ്രഷായ കരിമ്പിൻ ജ്യൂസ് ഇവിടെ കിട്ടും. ഇത്രയും രുചിയും മധുരവുമുള്ള ജ്യൂസ് ശരിക്കും ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇനി യാത്ര വട്ടവടയിലേക്കാണ്. മറയൂരിൽ നിന്നും 2.5 മണിക്കൂറിലേറെ എടുക്കും അവിടെ എത്താൻ. റോഡിനിരുവശവും മറയൂരിന്റെ പ്രത്യേകതയായ ചന്ദനമരങ്ങളാണ്. വട്ടവടയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലെത്താം. So stay tuned to Skies and Waves.